നമസ്കാരം പ്രിയമുള്ള കർഷക സ്നേഹികളെ, ഇന്ന് ഞാൻ നിൽക്കുന്ന പകൽക്കുറി നമ്മുടെ രാഹുലിൻ്റെ തണ്ണിമത്തൻ കൃഷിയിടത്തിലാണ്. നിങ്ങൾക്കറിയാം, കർഷക സഹായയിൽ വ്യത്യസ്തമായ ഒരുപാട് ഇനം വെജിറ്റബിൾസ് നമുക്ക് തരുന്ന ആളാണ് രാഹുൽ. ഇതാണ് രാഹുൽ. അദ്ദേഹം സർക്കാർ സർവീസിലാണ് ജോലി ചെയ്യുന്നത്. ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം പണ്ട് മുതലേ ചെയ്തിരുന്ന കൃഷി ഒരിക്കലും കൈവിടാതെ തുടർന്നു കൊണ്ടുപോവുകയാണ്. വ്യത്യസ്തമായ കൃഷി രീതികൾ പരീക്ഷിക്കുകയും അത് ഫലപ്രദമായി വിജയിപ്പിക്കുകയും ചെയ്യുന്നതിൽ രാഹുൽ വളരെയധികം നമുക്കൊക്കെ വലിയൊരു പ്രചോദനമാണ്. നമ്മളൊക്കെ പരാജയപ്പെട്ട പല കൃഷികളും രാഹുൽ അതും ഓർഗാനിക് രീതിയിൽ, ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്യുന്നത്. ചോളം, തണ്ണിമത്തൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ, വെള്ളരി ഒക്കെ ഇന്ന് വിളവെടുക്കാൻ വന്നേക്കുകയാണ്. രാഹുൽ, ഈ തണ്ണിമത്തൻ കൃഷിയെക്കുറിച്ച് എന്താണ്? കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് പരീക്ഷണ ചെയ്യാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പിടിച്ചു. അങ്ങനെ ഇപ്പം കുറച്ചുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം കുറച്ച് ഉണ്ടായി, വീണ്ടും ചെയ്ത് നല്ല വിളവാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നല്ല മധുരവും നല്ല എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വരുന്നതിനെക്കാട്ടിയും വിഷമില്ലാത്ത നല്ല തണ്ണിമത്തം കഴിക്കാം. ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ കുറച്ച് ഇട്ടത്. പരീക്ഷണം ചെയ്ത് തന്നെ നല്ല വിജയമായിരുന്നു. ഈ വർഷവും ചെയ്തു. അത്യാവശ്യം നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം കുറച്ച് സ്ഥലത്തേ ചെയ്തിട്ടുള്ളൂ, എന്നാലും അത്യാവശ്യം നല്ല. ഇത് ഏതൊക്കെ ഇനങ്ങളാണ്? ഇതിപ്പം 2 ഇനമാണ് ചെയ്തത്. ഒന്ന് ഇൻസൈഡ് മഞ്ഞ ഉള്ള ഈസ്റ്റ് വെസ്റ്റ് കമ്പനിയുടെ യെല്ലോ എന്ന് പറയുന്നൊരു, പിന്നെ അതുപോലെ തന്നെ ഇത് അകം ചുവപ്പാണ് എന്ന് പറയുമ്പോൾ നമ്മള് സിജന്ത കമ്പനിയുടെ ഷുഗർ ക്യൂൻ എന്ന് പറയുന്ന നമ്മള് 2 വിത്താണ് ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും 2 രീതിയിലാണ് ചെയ്തത്. എന്തായാലും അത്യാവശ്യം നല്ല വിളവ്. എന്തായാലും വലിയ സന്തോഷം രാഹുലെ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഇത്രയും തണ്ണിമത്തനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കേരളത്തിലൊക്കെ ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്തു. ഓക്കെ, തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന തണ്ണിമത്തനിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുകയും അത് വിജയിപ്പിക്കുകയും ചെയ്ത രാഹുലിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.